Hello, good morning. Welcome to Anamia Vlogs. Hi. So, നമ്മൾ ഇന്ന് ഡേ 2 ഇൻ മെൽബൺ ആണ്. നമ്മൾ ഇന്ന് പഫിംഗ് റെയിൽവേയിലോട്ട് പോവുക. പഫിംഗ് റെയിൽവേയിൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് 10 മണിക്കാണ്. സോ നമ്മൾ ഇപ്പോൾ 8:30 ആയി. 1 hour ജേണിയാണ്. അവർ 1 hour ബിഫോർ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇച്ചിരി ലേറ്റായി. നമ്മൾ വെച്ച് പിടിക്കാൻ പോവുകയാണ്. സോ നോക്കാം, ഹോപ്പ്ഫുള്ളി നമുക്ക് റീച്ച് ചെയ്ത് ഗെറ്റിംഗ് ആവാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ ഇറങ്ങി. സോ അക്കാര്യങ്ങളും വിശേഷങ്ങളുമായി കാണാം. നമ്മളപ്പോൾ ഇവിടെ എത്തി കേട്ടോ. നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഇതാണ് ഇതിനകത്ത് ബുക്കിംഗ് ഓഫീസ്. നമ്മൾ ബുക്കിംഗ് ഒക്കെ എടുത്തു. വെൽക്രേവ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ട്രെയിൻ അവിടെ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ കൽക്കരികൾ ഉപയോഗിച്ചുള്ള ട്രെയിനില്ലേ, നമ്മുടെ ഊട്ടിയിലൊക്കെ ഉള്ള പോലെ അതേപോലത്തെ ട്രെയിനാണ് കേട്ടോ ഇത്. ആ സെറ്റപ്പാണ് ഇത്. സ്റ്റീം ട്രെയിനാണ്. അപ്പം ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാരെല്ലാം കാല് പുറത്തേക്ക് ഇട്ടിരിക്കാനുള്ള സെറ്റപ്പ് അവരുണ്ടാക്കിയിരിക്കണം. അപ്പോൾ അവർക്ക് ആ ഒരു എൻജോയ്മെൻറ്റിൽ നമുക്കിതിലൂടെ യാത്ര ചെയ്യാം. കാലെല്ലാം പുറത്തോട്ടിട്ട് നമുക്ക് സേഫാണ്. പക്ഷേ കേട്ടോ, നമ്മൾ കുഞ്ഞു പിള്ളേരെ ഒന്നും അവരിരുത്താൻ സമ്മതിക്കത്തില്ല. മിയക്കുട്ടിയുടെ പ്രായം ഇരിക്കാൻ പറ്റും, അഡൾട്ട്സിന് ഇരിക്കാൻ പറ്റും. അന്നക്കുട്ടിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അന്നക്കുട്ടിയുടെ കൂടെ സൈഡിൽ ഇപ്പുറത്ത് സീറ്റുണ്ട്. അപ്പം നമ്മൾ അവിടെ ഇരുന്നോണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ ഇതില്ല കൗണ്ടി നമ്മളുടെ സിറ്റീസ് ഉണ്ടല്ലോ, അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോരോ ടൈപ്പിൽ ഇതുണ്ട്. ഇപ്പം നമ്മൾ മെൽബണിൽ പോയപ്പോൾ ഇത് അവിടെ പഫിംഗ് റെയിൽവേ എന്ന് പറഞ്ഞൊരു ഫേമസ് സംഭവമായിരുന്നു. അപ്പോൾ നമ്മളത് ബുക്ക് ചെയ്ത് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഇതേപോലെ പോയി. പക്ഷേ അതിൻ്റെ ആ ഇത് കണ്ടോ, ആ ഒരു എൻവയോൺമെൻറ്റും നമുക്ക് അതേപോലെ നമുക്ക് ഫീൽ ചെയ്യും. പുക വരുന്ന കൽക്കരി ഉപയോഗിച്ചിട്ടുള്ള ആ പുകയാണ് വരുന്നത്, സ്റ്റീം. പ്ലസ് നമ്മളുടെ ആ ഒരു എന്താ പറയണേ വൈബ് തന്നെ. ഇപ്പോൾ ഈവൻ നമ്മളുടെ സീനറി സെറ്റപ്പും അതേപോലെ ഫുള്ള് പച്ചപ്പായിട്ടുള്ള ആ ഒരു എൻവയോൺമെൻ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് തന്നെ വരും. നമ്മൾ ആ ഊട്ടിക്കൂടെ പോകുന്ന പോലെ. അതേപോലെ നമ്മൾ അധികം ദൂരം പോയില്ല, ട്രാവൽ ചെയ്തില്ല. നമ്മൾ ആക്ച്വലി ജസ്റ്റ് കുറച്ച് ദൂരമേ പോയുള്ളൂ. പക്ഷേ അതും കഴിഞ്ഞ് ഈ ലേക്ക് സൈഡ് വ്യൂ അങ്ങനെ കുറേ വ്യൂകൾ നമുക്ക് ശരിക്കും പോകാനുണ്ടായിരുന്നു. നമുക്ക് പക്ഷേ പകുതി വരെയുള്ള വ്യൂ ഉള്ള സ്ഥലത്തെ നമുക്ക് കിട്ടിയുള്ളായിരുന്നു ടിക്കറ്റ് എടുത്തപ്പോൾ. അതേ അവൈലബിലിറ്റി ഉള്ളായിരുന്നു. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ അതുവരെ നമുക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് പകുതി വഴിയുള്ളെങ്കിലും നമ്മളത് എടുത്ത് നമ്മളത് ട്രാവൽ ചെയ്ത് നോക്കി. പക്ഷെ നല്ല സൂപ്പർ ഒരു അനുഭവമായിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും. ഇതവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ സ്ഥലം എത്തിയപ്പം ആ ക്രീക്ക് എന്ന് പറഞ്ഞ മെൻസീസ് ക്രീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്ഥലമായപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ കോഫിയൊക്കെ കുടിച്ച് ജസ്റ്റ് അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. മ്യൂസിയത്തിലും കയറി നമ്മളവിടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പിന്നെ ഇത് നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ വരുമ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയം അവർ പറയും. അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ട്രെയിനും ബാക്കി വിശേഷങ്ങളും കാണാം. താങ്ക് യു.
കുറച്ചൊക്കെ എടുത്തു അതുപോലെ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഡാൻഡലോങ് മാർക്കറ്റ്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ പലതരത്തിലുള്ള
തരത്തിലുള്ള ഫുഡുകൾ, ഈവൻ എല്ലാ കൺട്രീസിലെയും പെടുന്ന ഫുഡുകൾ. ഇതിപ്പോൾ ഞങ്ങൾ ഒരു കൊറിയൻ ഡിഷ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പിള്ളേർക്കെല്ലാം കൊറിയൻ ഡിഷിൻ്റെ വലിയ ആരാധകരായതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഫുഡ് ഓർഡർ ചെയ്ത്. അപ്പോൾ അവിടുത്തെ ജസ്റ്റ് മാർക്കറ്റ് വ്യൂ ആണിത്. ഫ്രൂട്ട്സ് ഉണ്ട്, അതേപോലെ തുണികളെല്ലാം ഉണ്ട്, പിന്നെ ഫിഷ് മാർക്കറ്റുണ്ട്. എന്നാ സാധനം അടി ഇത്? റൈസ് കേക്കോ? ഇവരൊക്കെ ഈ ഷോർട്സിന്റെ ആൾക്കാരെ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? എന്നാ ഏട്ടാ അന്നേരം നമ്മൾ കൊറിയൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പിള്ളേർ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് അഭിപ്രായം പറയുന്നതായിരിക്കും. കഴിക്കടി, അതാണ് സാമ്പിള്. ഹൗസ് ഇറ്റ്? ഇസ് ഇറ്റ് ഗുഡ്? ഞങ്ങൾക്ക് അവരുടെ കോംപ്ലിമെന്റ് കിട്ടി. എന്തോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ലേച്ചി, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ഇത്. ടേസ്റ്റ് ചെയ്തേ, കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട്. ഞാൻ കേട്ടോളാം. ഈ പിള്ളേര് ഷോർട്സ് എന്റെ വായിലോട്ട് പറഞ്ഞിട്ടതാ. അവിടെ പോയിട്ട് റൈഡ് ഫുഡ് ആയതുകൊണ്ട് ഫ്രീ ഉണ്ട്, പോയി എടുത്തുകൊണ്ട് ഇന്ന് തിന്നു. No. പറ്റുന്ന വല്ലതും ഉണ്ടോ നോക്കി നോക്ക്. അല്ല അച്ചാറൊക്കെ ഇടാൻ പറ്റുന്ന ഇത് മേടിക്കണോ? ഗ്രീൻ ആപ്പിൾ, പച്ചക്കറി, വേറൊന്നും അങ്ങനെ ഇല്ലായിരിക്കും അല്ലേ? ഓ, ഇങ്ങനെയൊക്കെ പരിപാടിയുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇവിടെ സമയം വൈകുന്നേരം 7 മണിയായി. ഗുഡ് ഈവനിങ് പറഞ്ഞത്. നമ്മൾ ഡാൻഡലോൺ മാർക്കറ്റൊക്കെ കറങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രഷായി. എൻ്റെ കൂടെ അയർലൻഡിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു ചേച്ചിയുടെ വീട്ടിൽ, അവർ മെൽബണിലേക്കാണ് അയർലൻഡിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഇവിടുന്ന് 20 മിനിറ്റ് ഡ്രൈവ് ചെയ്തു. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എന്ത് പറ്റിയേ? അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കേ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. Wanna chase the night, wanna dance to the light. Pulls down from the sky, just two hearts running wild. Never sleep, never stop.
from the top. We're gonna be two hearts running wild. Yeah, the morning is the afternoon. ഇൻഗ്രീഡിയൻസ് എല്ലാം സെപ്പറേറ്റ് അല്ലേ ശരിക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light. Pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. Moonlight, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light. Pull the stars from the sky, just two hearts running wild. Never sleep, never stop. As we shout. ഹലോ അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ സന്ധ്യാമ്മയുടെ വീട്ടിൽ വന്നു. ഞങ്ങളങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി ഞങ്ങളെ ആ ചേച്ചി എല്ലാം എന്നാ പറയണേ. ചേട്ടനെ ഉണ്ടാക്കിയത് ചേട്ടനെ ഇവിടെ വിളിച്ചിരിക്കും കേട്ടോ. അതേ ചേട്ടനങ്ങ് മാറി നിൽക്കുന്നു. അപ്പൊ എനിവേ പ്രത്യേകിച്ച് അച്ചാറുണ്ട്, സൂപ്പർ അച്ചാറായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ എല്ലാരും ടാറ്റ പറ. ടാറ്റാ ടാറ്റാ ബൈ.